ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ കുറച്ച് മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല പച്ച ചീര കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിന്ന് നമുക്ക് മീൻസ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞത് ഇന്നലെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻസ് നമ്മുടെ അവിയലിനും സാമ്പാറിനൊക്കെ പറ്റിയ കഷ്ണങ്ങളുണ്ടല്ലോ, ഇതുപോലെ മുറിച്ച് തരുന്ന പീസസ്, ഇതിനെ ഞാനിതുപോലെ ഒരു കവറിലാക്കി മാറ്റി വെക്കും കേട്ടോ. ഇത് നമ്മുടെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും കേട്ടോ. പിന്നെ കോവയ്ക്ക, നമ്മുടെ വള്ളിപ്പയർ, ഗ്രീൻ പീസ്, തക്കാളി, വെണ്ടയ്ക്കായ ഇങ്ങനെ എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ്. തക്കാളി ഒരുപാട് ഇങ്ങനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചാൽ പെട്ടെന്ന് ഇല്ലാതായി പോകും കേട്ടോ. എങ്കിലും ഞാൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞായിട്ട് വയ്ക്കുന്നത്. അത് കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഇതുപോലെ ട്രെയിലാക്കി വെക്കുവാണ്. കൊണ്ടുവന്ന പാടെ തന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് മീൻസ് ബാക്കിയുള്ള വെജിറ്റബിൾസും കേടായി പോവുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റത്തില്ല കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും ഞാനിതാ ഈ പച്ചമുളകും ബോക്സിലാക്കിയാണ് വയ്ക്കുന്നത്. കറിവേപ്പില വെക്കുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മല്ലിയില ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അതും ഒരു ബോക്സിലാട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചധികം ദിവസം ഉപയോഗിക്കാം കേട്ടോ.